Good morning, students. Welcome to the chemistry class. Today we are going to take a new chapter. The chapter name is Matters in Our Surroundings. Let's start. In our surrounding. Look at this picture. In this picture, we can see different types of things. These all are matter. The matter, this term is very simple. The all substance around us is matter. If take any substances, it has mass and volume. നമ്മൾ എന്ത് സബ്സ്റ്റൻസ് എടുത്താലും അതിന് എന്തുണ്ടാവും? മാസ് ആൻഡ് വോളിയം ഉണ്ടായിരിക്കും. In the case of solid and liquid, we know that both have mass and volume. We know that both solid and liquid have mass and volume because when we take a wood, it's very weight. So it show its mass. അപ്പോൾ നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള വുഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് വെയിറ്റ് ഉണ്ട്, കാരണം അതിനെന്താണ് മാസ് ഉണ്ട്. അതുപോലെ നമ്മൾ ടേക്ക് വാട്ടർ ഇൻ എ ബോട്ടിൽ. From this we can understand that the water also have volume. So all the liquid and solid have mass and both mass and volume. But in the case of gases, we are little bit confused. So see this picture. In this picture, the boy blowing a balloon. When he bloomed the balloon is expand. So the air needs space to occupy. Because of that, the balloon is expand. So from this we can understand that air has volume. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എയറിന് എന്താണ്? വോളിയം ഉണ്ട്. അതുപോലെ തന്നെ എയറിന് മാസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ലെറ്റ്സ് ചെക്ക് ദാറ്റ്. See this picture. In this picture, take two balloons. One is deflated balloon and other one is inflated balloon. Both are hanging in a stick. ഈ രണ്ട് ബലൂണും ഒരു സ്റ്റിക്കിൽ ഹാങ് ചെയ്തിരിക്കുകയാണ്. സോ വാട്ട് കുഡ് ബി ഒബ്സർവ്? ദ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഡൗൺ. ഇൻഫ്ലേറ്റഡ് ആയിട്ട് ബലൂൺ എന്ത് ചെയ്യുന്നു? താഴേക്ക് പോകുന്നു ബിക്കോസ് ഓഫ് ഇറ്റ്സ് വെയ്റ്റ്. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എയർ ഹാസ് മാസ് ആൻഡ് ഇറ്റ് ടേക്ക് അപ്പ് സ്പേസ്. എയറിന് മാസ് ഉണ്ട്, അതുപോലെ തന്നെ വോളിയം ഉണ്ട്. സോ all the substance like solid, liquid or gas are matters. അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ ഈസ് എനി സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഇറ്റ് ടേക്ക് അപ്പ് സ്പേസ്. എല്ലാ സബ്സ്റ്റൻസും എന്താണ്? മാറ്ററാണ്. അതിനിരിക്കാൻ എന്താവശ്യമാണ്? സ്ഥലം ആവശ്യമാണ്. നെക്സ്റ്റ് ലെറ്റ്സ് ചെക്ക് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ. ആൻഡ് ബിഫോർ ദാറ്റ് we have a question in your textbook. Which of the following are matter? Chair, air, love, smell, hat, almonds, thought, cold drinks, smell of perfume. In this, we can easily pick up chair, air, almonds, cold drinks, smell of perfumes are matters. The love, smell, hate, തോട്ട് കോൾഡ് ഓൾ ഈസ് ഫീലിങ്സ്. അപ്പോൾ ചെയറും എയറും ഒക്കെ എന്താണ്? മാറ്റേഴ്സാണ്. ലവും സ്മെല്ലും ഒക്കെ എന്താണ്? ഫീലിങ്സ് ആണ്. ഇൻ ദി കേസ് ഓഫ് സ്മെൽ ഓഫ് പെർഫ്യൂമിൽ പെർഫ്യൂം ഈസ് എ സബ്സ്റ്റൻസ് ബിക്കോസ് ഇറ്റ് ഈസ് എ മാറ്റർ. ആൻഡ് ലെറ്റ്സ് ലുക്ക് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ. ദ ഫസ്റ്റ് characteristics is matter is made up of tiny particles. All matters are made up of tiny particles. പാർട്ടിക്കിൾസിൻ്റെ വേറൊരു പേര് നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആറ്റംസ്. അപ്പോൾ എല്ലാ മാറ്റേഴ്സും എന്തുകൊണ്ട് നിർമ്മിതമാണ്? ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിതമാണ്. ലുക്ക് അറ്റ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് വി ടേക്ക് 5 beakers and 5 test tubes. In the first beaker took pure water, and second beaker in pure water add some potassium permanganate,
The potassium permanganate is a chemical and it has pink color. And the first from the first bottle took some potassium permanganate add to the other and it's repeated. അപ്പോൾ ഫസ്റ്റ് രണ്ടാമത്തെ ബോട്ടിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നെക്സ്റ്റ് വാട്ടറിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ എൻഡ് വരെയും എന്തുണ്ട്, ആ ഒരു കളർ നമുക്ക് അപ്പിയേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രം ദിസ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ മാറ്റേഴ്സ് കണ്ടെയ്ൻ, ഈ ഒരു സൊല്യൂഷനിൽ എന്ത് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിക്കിൾസൊക്കെ വളരെ ടൈനിയാണ്. സോ അതിൻ്റെ ഒരു എഫക്റ്റ് ഒരുപാട് നീണ്ടു നിൽക്കും. അത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് പറയുമ്പോൾ ഓൾ പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. എല്ലാ പാർട്ടിക്കിൾസിനും എന്താണ്, അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, all particles have space between them. In the case of let's take a salt solution. In salt solution there is salt and water particles. So the particles and we say that the particles have space between them. So the particle of salt get into the space between the particle of water. അപ്പോൾ ഒരു സാൾട്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള സാൾട്ട് പാർട്ടിക്കിൾ നമ്മുടെ വാട്ടർ പാർട്ടിക്കിളിൻ്റെ ഇടയിലുള്ള സ്പേസിൽ കയറിയിരിക്കും. അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് എന്തായി മാറും, സാൾട്ട് വാട്ടർ ടേസ്റ്റ് കിട്ടും നമുക്ക്. സോ ദ സെക്കൻഡ് ക്യാരക്ടർ ഈസ് ഓൾ പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. അപ്പോൾ വി സ്റ്റഡീഡ് ദ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാറ്റർ. Matter is made up of small particles. Particles of matter are very very small and the particle of matter have space between them. So in this part we study about what is matter and the two characteristics of particles. The first character is matter is made up of particles and particle of matter are very very small. And the next one is particle of matter have space between them. So we detailedly studied about matter and the nature of the particle and the different characteristics of the particles. So read the textbook very well and do the activities. Thank you.